ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വായനാ ദിനമാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് അറിയപ്പെടുന്നത് PN പണിക്കർ. ഇതിന്റെ ചരമവാർഷിക ദിനമാണ് ജൂൺ 19. അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിടാം, അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിടാം, അറിവിൻ പൊൻദീപമൊന്നായി തെളിയിക്കാം, വായിച്ചു വളർന്നിടാം. സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ തുടങ്ങിയവയ്ക്കെതിരെ സ്മരണം പ്രിയ നന്ദിനി 8C. PN പണിക്കരെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ജന്മദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളുടെയും അറിവിന്റെയും വിശാലമായ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തി മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനാണ് PN പണിക്കർ. നിലാവിലെ നീലവാനം പോലെ ഞാനോറി വന്നൊരാനാദം കാച്ചൽ എന്നിലരി പോയി. മക്കളെ എന്ന് പാലൂറുന്നൊരമ്പ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. പിൻപൊക്കത്തിലെന്നെ എടുത്തുയർത്തും വൻപ് ചൊൽ കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണം. ഗ്രാമങ്ങൾ തോറും അക്ഷര വെളിച്ചമേകാൻ വായനശാലകൾക്ക് ജന്മമേകീട സാരഥിയായില്ലേ അങ്ങ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. ജൂൺ 19 വായനാ ദിനം. ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 ജൂൺ 19 മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിച്ചത്. വായന ഒരു മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്നു. അങ്ങനെ എന്നെ വളരെയധികം സ്വാധീനിച്ചതും എനിക്ക് വളരെയധികം അറിവുകൾ നേടാൻ സഹായിച്ചതും ഒത്തിരി ഇഷ്ടപ്പെട്ടതുമായ ഒരു ബുക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ചെമ്മീൻ. ശ്രീ മാധവിക്കുട്ടിയായി രംഗത്തെത്തിയിരിക്കുന്നത് വിസ്മയ ഏഴി. ഞാൻ മാധവിക്കുട്ടി കമല സുധേ എന്ന് അറിയപ്പെടുന്നു. കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം, നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. കഥയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ ഒരു വായനാനുഭവമാണ് നിങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഒരു വെള്ളപ്പൊക്കത്തിൽ എന്ന കൃതി ചർച്ച ചെയ്യുന്നത് ചെന്നപ്പൻ എന്ന മനുഷ്യന്റെയും വളർത്തുനായൻ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ്.
വെള്ളമിറങ്ങുമെന്ന് കരുതി ചെന്നനും ഗർഭിണിയായ പറച്ചിയും 4 കുട്ടികളും അവരെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു പട്ടിയും പൂച്ചയും 2 ദിവസങ്ങളായി വെള്ളത്തിൽ നിൽക്കുന്നു. NPCയിലെ കുട്ടികളും ARC വിവിധ ക്ലബിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് നമ്മൾ വിപുലമായി ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഈ ദിനത്തിൽ നമ്മൾ സ്കൂളിൽ നടപ്പിലാക്കേണ്ട ചില പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ച് നിങ്ങളിവിടെ അവതരിപ്പിച്ച പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ട് കാണും ഇന്നത്തെ ദിനത്തിൻ്റെ എന്തായിരുന്നു? ഗ്രാമങ്ങൾ തോറും അക്ഷര വെളിച്ചമേകാൻ വായനശാലകൾക്ക് ജന്മമേകീടാൻ സാരഥിയായില്ലേ അങ്ങ് സാരഥിയായില്ലേ. ഗ്രാമങ്ങൾ തോറും അക്ഷര വെളിച്ചമേകാൻ വായനശാലകൾക്ക് ജന്മമേകീടാൻ സാരഥിയായില്ലേ അങ്ങ് സാരഥിയായില്ലേ. വായിച്ചു വളരാം ചിന്തിച്ചു വിവേകം നേടാം സന്ദേശം നൽകിയില്ലേ കർമ്മസൂര്യന ജ്വലിച്ചില്ലേ. അക്ഷര സ്നേഹികളെ ഒത്തൊരുമിച്ചിടാം അറിവിൻ പൊൻദീപമൊന്നായി തെളിയിക്കാൻ വായിച്ചു വളർന്നിടാം അറിവുകൾ നേടിടാം. ഇവിടെ നിന്നും തുടങ്ങട്ടെ ഇവിടെ നിന്നും അറിയട്ടെ ഇവിടെ നിന്നും തുടങ്ങട്ടെ ഇവിടെ നിന്നും അറിയട്ടെ. പുതിയ ചിന്തകൾ പുതിയ അറിവുകൾ പകർന്നിടട്ടെ തലമുറ പകർന്നിടട്ടെ. പുതിയ വായനശാലകൾ ഉയർന്നിടട്ടെ നാടിന് അക്ഷര വെളിച്ചമാകട്ടെ.